തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 10ാം ദിവസവും തുടരുകയാണ്. നാളെ ആശാ വർക്കർമാരുടെ മഹാസംഗമം നടത്തിയ സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. 10,000-ത്തിലധികം പ്രവർത്തകരെ എത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിലെത്തി. അവിടെ സ്മിത ഹരിദാസ് ഉണ്ട് നമുക്ക് വിവരങ്ങൾ നൽകാനായിട്ട്. സ്മിത ചേച്ചി, ഗുഡ് ഈവനിങ്. ചേച്ചി എവിടെയാണെന്ന് ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അന്വേഷണം പറയുന്നുണ്ട് കേട്ടോ. ശരി, അവിടുത്തെ സമരത്തിന്റെ അവസ്ഥ നമുക്ക് എങ്ങനെയാണെന്ന് അറിയണം. നമ്മൾ ദിവസങ്ങളായി ചർച്ച ചെയ്യുകയാണ്. ഇത്രയും ദിവസങ്ങളായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ അതിനൊരു പരിഹാരം കാണാത്തതെന്ന് ചോദിച്ചിട്ട് സ്മിത ചേച്ചിക്ക് കേൾക്കാമോ? സ്മിത ചേച്ചി അവിടെ എല്ലാവരോടും കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ആശാവർക്കർമാരുടെ സമരം അങ്ങനെ തുടരുകയാണ്. ഇന്നലെ വേതനം അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രസ് റിലീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി അവർ സമരം തുടരുകയാണ്. നാളെ ഇതിനകത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന് സമരത്തിന് പിന്തുണയുമായിട്ട് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു UDF പിന്തുണ, അതൊരു രാഷ്ട്രീയ കാര്യത്തിലേക്ക് ഇത് കടക്കാനായിട്ടും സാധ്യതയുണ്ട്. ആശാ വർക്കർമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാവുന്നതാണ്, എത്രയധികം കഷ്ടപ്പാടുകളും വന്നു നിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു സ്മിത റെഡിയാണെന്ന് തോന്നുന്നു. പുരോഗമിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ആദ്യം കാണിക്കേണ്ട കാഴ്ച ഇതാണെന്ന് തോന്നുന്നു. ഒരു ആശാവർക്കറിന്റെ കുഞ്ഞാണിത്. ആശാവർക്കർ കുഞ്ഞുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോൾ വല്ലാതെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഇവരെ ഇത്രയും ദിവസമായി 10 ദിവസമായിരിക്കുന്നു. നോക്കാ കുഞ്ഞിന്റെ മുഖത്തൊരു നിഷ്കളങ്കത. അമ്മയ്ക്കൊപ്പം വന്നിരിക്കുവാണ്. ഇവിടെ എന്തൊരു ചൂടാണെന്നറിയോ, കൊടും ചൂടാണ് ഇവിടെ ശ്രീനിത എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ്. മേഘന, ശ്രീനിത, ആൻമരിയ വെൽക്കം ടു വിമൻസ് ഈവനിങ് ആൻമരിയ. അപ്പൊ പിന്നെ ആരാ ഉള്ളത്? കീർത്തനയുണ്ട്. കീർത്തന, നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ദിവസമായി. ഇപ്പൊ ഇന്നലെ ശരിയാണ് 2 മാസത്തെ കുടിശ്ശിക തീർത്തു കൊടുത്തു എന്ന് പറയുന്നു. അത് അവരുടെ കയ്യിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അവരോട് ചോദിക്കണം. പക്ഷെ 10 ദിവസമാകുന്നു നാളെ ആകുമ്പോൾ. ഇത്രയും ദിവസമായി, ഇന്ന് 10ാം ദിവസമാണ്. ഇത്രയും ദിവസമായി കൊടും ചൂടിലാണ് ഇവരിയ്ക്കുന്നത്. എന്ത് കാര്യമായിക്കോട്ടെ അവരോട് കൃത്യമായി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് അവരോട് ആ ഒരു കരുതലോടെ നിൽക്കാൻ ഇവിടെ ആളില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് ഉന്നയിക്കാനുള്ളത്. ഇവിടെ കുറച്ചു നേരം ഒന്ന് നിന്നാൽ അറിയാം ഈ ചൂടിന്റെ ഒരു കാഠിന്യം. ഇവർ രാപകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരുന്നതാണ്. കോവിഡിന്റെ കാലത്താകട്ടെ, നിപ്പയുടെ കാലത്താകട്ടെ, ഓഖിയുടെ കാലത്താകട്ടെ, എപ്പോഴും നമുക്കൊരാവശ്യം വന്നാൽ വിളിച്ചു വരുത്തേണ്ടവരാണിവർ. ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണണമെന്ന് എന്തുകൊണ്ട് അധികാരികൾക്ക് തോന്നുന്നില്ല? അത് രാഷ്ട്രീയമാകട്ടെ എന്തോ ആകട്ടെ, അവർക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ ആവശ്യങ്ങൾ ന്യായമാണോ? ഇതിലാരാ എന്നോട് സംസാരിക്കുക? നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പൊ ഇന്നലെ ഉണ്ടായ കാര്യം, 2 മാസത്തെ കുടിശ്ശിക നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഇതിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു നിലപാട് എന്താണ് സമരത്തിന്റെ കാര്യത്തിൽ? ആരാണ് സംസാരിക്കുക? മാഡം, ഈ സമരം ഈ കേരളത്തിൽ ഇത്രയാകെ ഒരു തരംഗമായി മാറ്റിയത് ഞാൻ എൻ്റെ ഞങ്ങളുടെ കുഞ്ഞുമായി ഞങ്ങൾ നടത്തിയ സമരമായിരുന്നു. ഇപ്പോൾ ഈ PSCക്കാർക്ക് ഇത്രയും ശമ്പള വർധന കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ സർക്കാർ എന്തുകൊണ്ട് 10 ദിവസം കൊണ്ട് ഇവർക്ക് വേണ്ടി പണിയെടുത്ത ഈ ആരോഗ്യ കേരളത്തിലെ നട്ടല്ലെന്ന് ഇവർ വിശേഷിപ്പിച്ച ആശാവർക്കറല്ലേ? അതെ, ഞാൻ ആശാവർക്കറാണ്. 6 വർഷക്കാലം കൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിലുണ്ട്, ആരോഗ്യ പ്രസ്ഥാനത്തിൽ. ഈ കോവിഡ് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് 2 പ്രാവശ്യം കോവിഡ് വന്നു. ആ കോവിഡ് വന്നതിനെ തുടർന്ന് എനിക്ക് അൾസർ ഉണ്ടായി. എനിക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ എൻ്റെ കുടലിൽ പ്രശ്നമുണ്ട്. എന്നിട്ടാണ് ഞങ്ങളെ പട്ടിണിക്ക് ഇടുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നടയിലിരിക്കുന്നത്. അല്ല ഞങ്ങളുടെ ആരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനോ ഞങ്ങൾ മന്ത്രിസ്ഥാനം മോഹിച്ചു ഒന്നും വന്നവരല്ല. ഒരു തൊഴിലാളിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ട്രേഡ് യൂണിയനുകളുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടുന്ന മിനിമം വേതനം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ സ്ത്രീ തൊഴിലാളികളായിട്ട് ഞങ്ങൾ അപമാനിക്കരുത്, പരിഹസിക്കരുത്. അത് തന്നെയാണ് കാര്യം മാഡം. അവർ പറയുന്നത് പോലെ അക്ഷരാഭ്യാസം ആരും ഉന്തിത്തള്ളി വിട്ടില്ല. ഞാൻ ഡിഗ്രിക്കാരിയാ. അക്ഷരാഭ്യാസവും അറിവും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത്. ഇവരിൽ ഒരുപാട് പേര് നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ അതൊന്നുമല്ലല്ലോ അവരുടെ പ്രശ്നം പറയുമ്പോൾ ഈ കുഞ്ഞുമായിട്ട് അമ്മ വന്നിരിക്കുന്നത്. എന്താ പേര്? എൻ്റെ പേര് രഞ്ജിനി. കുഞ്ഞിന്റെ പേരെന്താ? ക്ഷേത്ര. നല്ല കൗതുകത്തോടെ ക്യാമറയെ നോക്കുന്നുണ്ട് അല്ലേ? പറയും. ഞാൻ ലീവിലായിരുന്നു. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ ഇത്രയും നാൾ ഇത് നടത്തിയിട്ട് എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതൊരു വലിയൊരു വിഷമം പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ സമരത്തിൽ അവരോട് കൂടി പങ്കെടുത്തു. നമ്മുടേതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ലൊരു നമുക്ക് അനുകൂലമായ നടപടി കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
കണ്ടോ? അപ്പൊ കുഞ്ഞുണ്ടായിട്ട് അധികം ദിവസമായിട്ടില്ല, കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരണമെന്ന് തോന്നി. കാരണം അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതൊരു കുറവ് വരാൻ പാടില്ല, കരുത്തോടെ നിൽക്കണം. അവരെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ്, രാപകലില്ലാതെ അവർ സമരം ചെയ്യുന്നു. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ളവർ നാളെ എത്തും. അതൊരു മഹാസംഗമമാക്കി, പ്രതിഷേധ മഹാസംഗമം ആക്കി മാറ്റാനാണ് അവരുടെ ഒരു തീരുമാനം. ആ തീരുമാനത്തിൽ നിന്ന് അവർ മുന്നോട്ട് അങ്ങനെ പുറകോട്ട് പോകുന്നില്ല. ഓണറേറിയം അത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, മാനദണ്ഡങ്ങൾ മാറ്റുന്ന കാര്യത്തിൽ, അവരുടെ വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലൊക്കെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇനി ചേച്ചി ആശാവർക്കർ അല്ലേ? പറയൂ ചേച്ചി, ചേച്ചിയുടെ അനുഭവം പറ. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 7000 രൂപ കൊണ്ട് ഈ കേരളത്തിൽ ആർക്കെങ്കിലും ഒരു കുടുംബം പോറ്റാൻ കഴിയുമോ? 7000 രൂപ എന്ന് പറയുന്ന ഈ തുച്ഛമായ കാശ് കൊണ്ട് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഈ ജോലി ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കഷ്ടപ്പാടുകളുടെ നടുവിലും ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ ഞങ്ങളിന്ന് 10 ദിവസമായി ഈ എരിപൊരിയുന്ന വെയിലത്ത് ഞങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. ആരോഗ്യമന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു, പക്ഷേ ആരോഗ്യമന്ത്രിക്ക് ഒന്നും അറിയത്തില്ല, എല്ലാം ധനമന്ത്രിയായിട്ട് ആലോചിക്കണം എന്നാണ് പറഞ്ഞത്. ഈ ധനമന്ത്രി പറയുകയുണ്ടായി നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് നിങ്ങളുടെ സമരമെന്ന്. നിങ്ങൾക്ക് അതിൽ എന്താണ് വ്യക്തമായിട്ട് പറയാനുള്ളത്? ധനമന്ത്രി അത് ആലോചിക്കാതെ പറഞ്ഞൊരു വാക്കാണ്. ധനമന്ത്രി ആണെന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും അത് പറയില്ല. കാരണം ഞങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനങ്ങളാണ്. ഞങ്ങൾക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ പറ്റും. ഇവിടുത്തെ തൊഴിലാളി നിയമം എന്താണെന്നറിയാൻ പറ്റും. ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പോപ്പുലേഷനിലെ മുഴുവൻ ജനങ്ങളെയും ബോധവൽക്കരിക്കുന്ന പല കാര്യങ്ങളിലും ബോധവൽക്കരണം കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രസ്താവന എന്ത് സാഹചര്യത്തിലാണ് പറഞ്ഞത് ആരോഗ്യമന്ത്രി അല്ല ധനമന്ത്രി എന്ന അറിയത്തില്ല. പ്രസ്താവന ശരിയല്ല അല്ലേ? അത് തിരുത്തണം. പ്രസ്താവന ശരിയല്ല. പിന്നെ കാരണം പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെടും. ഇന്ന് 10 ദിവസമായി ഇവിടെ ഈ വെയിലത്ത്. പക്ഷേ മന്ത്രി നമുക്ക് പക്ഷേ സ്ത്രീ ശാക്തീകരണം എന്ന് പറയും. എവിടെയാണ് എല്ലാവരും ഓരോ പ്രശ്നം, ഒരു വനിതാ കമ്മീഷനൊക്കെ വരുള്ളൂ. ഞങ്ങൾ ഇന്ന് 10 ദിവസമായി സ്ത്രീകൾ ഇത്രയും ഇവിടെ കിടക്കുന്നില്ല. ഏത് വനിതാ കമ്മീഷൻ വന്നു ഒറ്റ മനുഷ്യരും ഞങ്ങൾ വനിതാ കമ്മീഷനെന്നോ ഗവൺമെൻറ് ആരോഗ്യമന്ത്രിയോ മറ്റോ ആരും ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾ വളരെയേറെ കഷ്ടത്തിലാണ് അനുഭവിക്കുന്നത്. ദുരിതം അനുഭവിച്ചാണ് ഞങ്ങൾ ഇത്രത്തോളം ഇവിടെ ഇരിക്കുന്നത്, ഈ ഒരു വെയിലത്ത് വരെ ഇരിക്കുന്നത്. പക്ഷെ അവരാരും ഞങ്ങളെ കണ്ണു തുറന്ന് കാണുന്നില്ല. നമുക്ക് അവരോടും കൂടെ ചോദിക്കാമല്ലോ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരുമോ? ഞാൻ ഒരു വിധവയാണ്. വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവില്ല. എനിക്ക് 2 പെൺമക്കളാണ്. 2 പെൺമക്കളിൽ ഒരു മോളെ എല്ലാവരുടെയും സഹായത്തോടെ അയച്ച് എനിക്ക് രണ്ടാമതൊരു മോളുണ്ട്. അവളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. ഞാൻ പല പ്രാവശ്യം പലരോടെയും സ്പോൺസർ ചെയ്താണ് ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചത്. ഇപ്പം ഈ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ഒരു പള്ളിയിലച്ഛൻ എൻ്റെ മോളെ ഡിഗ്രി 3rd ഇയർ പഠിക്കാൻ ടെസ്റ്റ് വാങ്ങിക്കുന്ന നിവർത്തിയില്ലാതെ വന്നപ്പം ഞാൻ ഒരു പള്ളിയിലച്ഛൻ അഭയം പ്രാപിച്ച് അച്ഛൻ എനിക്ക് കാശിട്ട് വന്ന് ഞാൻ തിങ്കളാഴ്ച പോയി എൻ്റെ കൊച്ചിന് ഡിഗ്രിയുടെ ടെസ്റ്റ് വാങ്ങിച്ച് ഗൈഡ് വാങ്ങിച്ച്. ചില സമയത്ത് ഞങ്ങൾക്ക് ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയാണ്. 5 ലക്ഷം രൂപ എൻ്റെ മൂത്ത മോളെ അയച്ചാൽ കടമുണ്ട്. എനിക്ക് കടം നികത്താൻ നിവർത്തിയില്ല. ഒരുപാട് കടമുണ്ട്. വീട്ടിൽ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം. അപ്പോൾ എൻ്റെ മക്കളെങ്കിലും പഠിപ്പിച്ച് എനിക്ക് ഒരു നിലയിലാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമരത്തിന് വന്ന് ഞാൻ മാക്സിമം സഹകരിക്കുന്നത്. ചേച്ചി നല്ല പാട്ടൊക്കെ പാടുന്നുണ്ടായാലും ഈ ചൂടത്തെ എങ്ങനെയാ ചേച്ചി ഇതൊക്കെ സാധിക്കുന്നത്? എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. നമ്മളെന്ന് ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടാണ് നമ്മളിവിടെ നിന്നിരിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും നേടുക, ഞങ്ങൾക്കൊരു നിവൃത്തിയില്ലാതെ നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കൃത്യസമയത്തിന് ശമ്പളം കിട്ടുക, പെൻഷൻ പറ്റണവർക്ക് കൃത്യമായി 5 ലക്ഷം രൂപ കൊടുക്കുക, മാസം പെൻഷൻ തരിക. നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? നമ്മൾ എന്തിന് ഇത്രയും കാലം 10-30 വർഷം കൊണ്ട് ഈ ഫീൽഡ് MSS മുതൽ ഇറങ്ങി നടക്കണവരാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇത് നിർത്തണ പ്രശ്നമേ ഇല്ല. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് പിന്തിരിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ സ്ത്രീകളായതുകൊണ്ട് അതിനൊരു ഇത് പോരാന്ന് തോന്നിയിട്ടുണ്ടോ? അത് പരിഗണിക്കുന്നതിൽ അതല്ല, നിങ്ങളുടെ സമരത്തിന് ശക്തിയുണ്ട്, പക്ഷെ ഈ കാര്യങ്ങൾ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് നമ്മൾ സ്ത്രീകളായതുകൊണ്ട് മാത്രം അത് അങ്ങനെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ സ്ത്രീകളല്ലേ, കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ ഇരിക്കും, അവരങ്ങ് തളർന്ന വെയിലും കൊണ്ട് അങ്ങ് പോകുമെന്നാണ് അവരെ മനസ്സിലെ ഉദ്ദേശം. അത് വെറുതെ ഞങ്ങൾ മരണം വരെ ഇത് എന്തെങ്കിലും കിട്ടുന്നത് വരെ നമ്മൾ സമരത്തിൽ നിന്ന് നേടിയെടുത്തുകൊണ്ടേ ഞങ്ങൾ പോകുള്ളൂ. ഞങ്ങൾക്കൊപ്പം ഈ ജനങ്ങളും ഈ നാട്ടുകാരും മൊത്തം ഞങ്ങൾക്കൊപ്പം ഉണ്ട്. പാവങ്ങളായാലും അല്ലാത്തവരായാലും എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷയോടെ ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്തിരിയുള്ളൂ. അതാണ് നല്ല ചൂടെന്ന് പറഞ്ഞാൽ കൊടും ചൂട്. ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നപ്പോൾ തന്നെ പറയാനുണ്ടോ ചേച്ചി? എൻ്റെ പേര് റോസി, ഞാൻ കോത്തൂർ FHSയിലെ ആശാ വർക്കറാണ്. അവരതേപോലെ പറയുന്നുണ്ടല്ലോ ഓണറെ റിലീസ് 2 മാസത്തെ ഓണറെ. ഞങ്ങൾക്ക് 3 മാസത്തെ കുടിശ്ശികയുണ്ട്. അവർ ഞങ്ങളുടെ കുടിശ്ശികയാണ് റിലീസ് ചെയ്യുന്നത്. അത് വലിയ കാര്യമായിട്ട് അവർ പറയേണ്ട കാര്യമില്ല. അതുമാത്രമല്ല
ഞങ്ങൾക്കുള്ള പൈസ മാസം അതുപോലെ നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു 13,200 രൂപ ഒരു ആശയ്ക്ക് കിട്ടുന്നതെന്ന്. ഏത് വകുപ്പിലാണ് കിട്ടുന്നത്? അങ്ങനെ അത് തരട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓണറേറിയം തരുന്ന ഒരു PDF ഉണ്ടല്ലോ, അതിൽ കാണിക്കട്ടെ ഏത് ആശയാണ് 13,200 രൂപ വാങ്ങിയതെന്ന്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഞങ്ങൾ 7,000 എന്ന് പറഞ്ഞപ്പോൾ അവർ 13,200, ഞങ്ങൾക്ക് തരട്ടെ 13,200 രൂപ. ഏത് വകുപ്പിലാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്? അത് തെറ്റാതാണ്. അതുപോലെ ഞങ്ങൾ കുത്തിപ്പൊയ്ക്ക് കൊണ്ടുവിട്ടിരിക്കുകയാണെന്ന്. ഞങ്ങൾക്ക് എന്താ ഓർമ്മയില്ലേ, ബോധമില്ലേ ഞങ്ങളെ കുത്തിപ്പൊയ്ക്ക് ഇവിടെ കൊണ്ടുവിടാനേ? അപ്പം ഞങ്ങൾ അത്രയ്ക്ക് ബോധമില്ലാത്തവരോ? സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്തും പറയാമെന്ന് ആരും വിചാരിക്കണ്ട. ചോദ്യം കൂടെ ചോദിക്കട്ടെ ചേച്ചി, അതിനിടയ്ക്ക് പറഞ്ഞൊരു പ്രസ്താവന, എനിക്ക് തോന്നുന്നു ആരോഗ്യമന്ത്രി അത് പറഞ്ഞത്, വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കിട്ടുന്നതിനേക്കാൾ ഞങ്ങളുണ്ടായിരുന്നു, ഞാനും കൂടെ പോയിരുന്നു ആ സമയത്ത്. അവർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരള എന്ന് പറഞ്ഞു. ഈ 7,000 രൂപ ഓണറേറിയം ഏറ്റവും കൂടുതലാണോ? ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 750 കുറയാതെ കൂലി കിട്ടുന്നുണ്ട്. ഞങ്ങൾ രാപ്പകലില്ലാതെ പണി ചെയ്യുന്ന ഞങ്ങൾക്ക് കിട്ടുന്ന 233 രൂപ ഒരു ദിവസം. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അപ്പൊ അങ്ങനെയാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇവരിൽ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നാളെ വലിയ രീതിയിൽ അവരുടെ ഒരു സംഗമം അവർ സംഘടിപ്പിക്കുകയാണ്, അതിലായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് സമയം ഇവിടെ നിന്നപ്പോൾ അനുഭവിക്കുന്ന ഈ ചൂട്, ഈ കൊടും ചൂട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നേരം നിൽക്കുമ്പോ അപ്പൊ തീർച്ചയായിട്ടും ഈ രാപകലില്ലാതെ ഇവിടെ നിൽക്കുന്ന ഇവരുടെ പ്രശ്നങ്ങൾ അതെന്തായാലും അവരെ കേൾക്കാൻ തയ്യാറാകണം അധികൃതരെ. ഏതെങ്കിലും തരത്തിൽ അതിന് എന്തെങ്കിലും നിവൃത്തി വരുത്തി കൊടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണമെന്നാണ് നമുക്ക് അധികൃതരോട് പറയാനുള്ളത്. ശരി, സ്മിത ഹരിദാസ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്മിത ചേച്ചി നമ്മളോട് ഈ വിഷയം സംസാരിക്കുമ്പോൾ ആ ഫീലിങ്സ് അറിയാം. ചേച്ചിക്ക് ആ സംഭവ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അവിടുത്തെ ആശാവർക്കർമാരോട് സംസാരിക്കുമ്പോൾ അവരുടെ കൃത്യമായ പ്രശ്നങ്ങൾ അറിയാം. പല പ്രായഭേദ വ്യത്യാസം തന്നെ, പല ടൈപ്പുള്ള അതായത് ജീവിത സാഹചര്യം മോശമായ ആളുകൾ, രോഗമുള്ള ആളുകൾ, കൈക്കുഞ്ഞായിട്ട് വരുന്ന ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒറ്റ കാര്യം പറയാനുള്ളൂ, ജീവിക്കാൻ വേണ്ടിയാണ് ഈ സമരം. അതിന് ഈ രാഷ്ട്രീയക്കാർ കുത്തിയിളക്കി വിട്ടത് അല്ല എന്ന് അവർ വീണ്ടും വീണ്ടും പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ആശാവർക്കർമാരുടെ മഹാസംഗമം നടത്താൻ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ സ്ത്രീകളല്ലേ, അതുകൊണ്ട് 1-2 ദിവസം സമരം കഴിഞ്ഞ് അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ സമരം 10ാം ദിവസമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഈ വെയിലത്ത് നാളെ ഒരു മഹാസംഗമം നടക്കാൻ പോവുകയാണ്. അതിന് UDF പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഈ ഒരു ലക്ഷ്യം നിറവേറുന്നത് വരെ സമരം ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത സമരമാണ്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ വ്യക്തമാണ്, കൃത്യമായ ബോധ്യത്തോടെയാണ് അവർ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്.